എല്ലാവർക്കും എൻ്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് വെട്ടുകേക്കാണ്. സാധാരണ നമ്മൾ വെട്ടുകേക്ക് ഉണ്ടാക്കുന്നത് മുട്ട ഉപയോഗിച്ചാണ്. എന്നാൽ ഇവിടെ മുട്ട ഉപയോഗിക്കാതാണ് ഇന്നിവിടെ വെട്ടുകേക്ക് ഉണ്ടാക്കി കാണിക്കുന്നത്. ചായക്കടയിൽ നിന്നൊക്കെ മേടിക്കത്തില്ലേ, അതേ ടേസ്റ്റ് നല്ല പെർഫെക്റ്റ് ആയിട്ട് എളുപ്പത്തിൽ നമുക്കിത് വീട്ടിലുണ്ടാക്കിയെടുക്കാം. ഇതെങ്ങനെ നമുക്ക് തയ്യാറാക്കുന്നത് എന്ന് നോക്കിയാലോ. ഇവിടെ ഞാൻ ഒരു പാത്രത്തിലോട്ട് 2 കപ്പ് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലോട്ട് 1/2 കപ്പ് റവ ഇട്ട് കൊടുക്കാം. ഞാൻ ഇവിടെ വറുത്ത റവയാണ് എടുത്തിരിക്കുന്നത്. വറുത്തതോ വറുക്കാത്ത റവ ഇട്ട് കൊടുക്കാമേ. 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ഇതിലോട്ടിട്ട് കൊടുത്ത് നല്ലതായിട്ട് ഇതിൽ ഇളക്കി അങ്ങ് മിക്സ് ചെയ്യാം. മിക്സിയുടെ ചെറിയ ജാറിലോട്ട് 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. 6 ഏലക്കയും കൂടെ ഇട്ട് കൊടുക്കാം. ഏലക്കയുടെ തൊലി കളഞ്ഞ് കുരു മാത്രമായിട്ടാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഇട്ട് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് നല്ല രീതിയിൽ ഇതൊന്ന് പൊടിച്ചെടുത്തുകൊണ്ട് വരാം. പൊടിച്ച പഞ്ചസാര മിക്സ് മൈദ മിക്സിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ല രീതിയിൽ ഇളക്കി അങ്ങ് മിക്സ് ചെയ്യാം. നമുക്ക് ഈ മൈദയൊക്കെ ഒന്ന് കുഴച്ചെടുക്കണേ. അപ്പോൾ ഏത് പാത്രത്തിലാണോ നിങ്ങൾ കുഴച്ചെടുക്കണേ ആ പാത്രം എടുക്കുക. 3 ടേബിൾ സ്പൂൺ നെയ്യാണ് നമ്മൾ ഇതിലോട്ട് ചേർക്കുന്നത്. ആദ്യം 1 ടേബിൾ സ്പൂൺ നെയ്യ് ഇതിലോട്ടങ്ങ് ഒഴിച്ച് കൊടുക്കുക. ഇവിടെ ഞാൻ 2 ഐസ് ക്യൂബ് എടുത്തിട്ടുണ്ട്. വലിയ ഐസ് ക്യൂബാണ് 2 മതി, ചെറുതാണ് 3 എടുത്തോളൂ കേട്ടോ. എന്നിട്ട് ഞാൻ ഈ കാണിക്കുന്ന രീതിയിൽ കൈ കൊണ്ട് നല്ലതായിട്ട് ഇതങ്ങ് ഇളക്കി കൊടുക്കണം. നല്ലതായിട്ട് കുറച്ച് നേരം ഈ നെയ്യുമായിട്ട് ഇളക്കി കൊടുക്കുമ്പോഴത്തേക്ക് നെയ്യുടെ കളറൊക്കെ മാറി നല്ലൊരു വൈറ്റ് കളറായി വരും. ഈ വൈറ്റ് കളർ ആയി വരുന്ന സമയമാകുമ്പോൾ 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് മുമ്പ് ചെയ്തതുപോലെ തന്നെ നമ്മൾ ഐസ് ക്യൂബ് വെച്ച് നല്ലതായിട്ട് ഇതിനെ ഇളക്കി കൊടുക്കുക. അത് കഴിഞ്ഞ് അത് വൈറ്റ് കളറായി കഴിയുമ്പോഴത്തേക്ക് അടുത്ത് 1 സ്പൂൺ നെയ്യും കൂടെ ഒഴിച്ച് കൊടുക്കുക. അങ്ങനെ മൊത്തത്തിൽ 3 ടേബിൾ സ്പൂൺ നെയ്യാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് നല്ലതായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തു കഴിയുമ്പോൾ നല്ല ക്രീമി സ്ട്രക്ചറിലായി വരും. നല്ല ബട്ടർ പോലെ ക്രീം പോലെ ഈ രീതിയിൽ ആയി വരും. ഐസ് ക്യൂബ് ഇതിൽ ബാക്കിയുണ്ടെങ്കിൽ അത് ഈ സമയത്ത് എടുത്ത് മാറ്റാവുന്നതാണ്. എന്നിട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മൈദ മിക്സ് ഉണ്ടല്ലോ, അത് ഇതിലോട്ടങ്ങ് മൊത്തം അങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ല രീതിയിൽ ഇത് മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്യുന്ന വെച്ചാൽ കൈ കൊണ്ട് നല്ലതായിട്ട് ഞെരടി ഇത് മിക്സ് ചെയ്തെടുക്കണം. കാരണം നെയ്യ് ഈ മാവിൻ്റെ എല്ലാ ഭാഗത്തും ആയി വരണം. കാരണം വെള്ളം ഒഴിച്ച് നമ്മൾ പിന്നെ കുഴയ്ക്കുന്ന സമയത്ത് വെള്ളം കൂടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ 2 കൈ കൊണ്ടും ഞാൻ ഈ കാണിക്കുന്ന രീതി തന്നെ നിങ്ങൾ നല്ല രീതിയിൽ ഞെരടി എടുത്തോളൂ കേട്ടോ. ടേക്ക് നല്ല പെർഫെക്റ്റായിട്ട് കിട്ടണമെങ്കിൽ നമ്മൾ മിക്സ് ചെയ്യുന്നത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇതിലോട്ട് ഞാനൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് യെല്ലോ ഫുഡ് കളർ ഇട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ 2 ഡ്രോപ്സ് അത് ഇട്ട് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് നല്ലതായിട്ട് മാവ് ഇളക്കി അങ്ങ് മിക്സ് ചെയ്യുക. എന്നിട്ട് ഇതിലോട്ട് കുറേശ്ശെ പച്ചവെള്ളം ഒഴിച്ച് നമുക്കിതിനൊന്ന് കുഴച്ചെടുക്കാം. മുമ്പ് ഞാൻ പറഞ്ഞ പോലെ നെയ്യ് മിക്സ് ചെയ്തുകൊണ്ട് തന്നെ കുറേശ്ശെ വെള്ളം ഒഴിച്ച് മാത്രം ഇതിനെ കുഴച്ചെടുക്കുക. ചപ്പാത്തിക്ക് മാവ് കുഴച്ചെടുക്കത്തില്ലേ, ആ ഒരു പരുവത്തിലാണ് നമ്മൾ ഇതിനെ കുഴച്ചെടുക്കുന്നത്. ഞാൻ മാവ് മൊത്തം ഇവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. ചപ്പാത്തിക്ക് ആട്ട കുഴച്ചെടുക്കുന്ന പോലെ ഒത്തിരി പ്രസ് ചെയ്ത് ഇതിനെ കുഴച്ചെടുക്കേണ്ട ആവശ്യമില്ല. മാവെല്ലാം കൂടെ നല്ലതായിട്ട് മിക്സ് ചെയ്തെടുക്കുക, അത്ര മാത്രം മതി. നമുക്ക് 2 കൈ കൊണ്ട് നല്ലതായിട്ടൊന്ന് ഷേപ്പ് ചെയ്തിട്ട് നമുക്കൊരു അരമണിക്കൂർ ഇതിനെ അടച്ച് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അരമണിക്കൂർ ആയപ്പോഴത്തേക്ക് മാവ് നല്ലതായിട്ട് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഈ മാവ് ഞാൻ ഒരു കട്ടിംഗ് ബോർഡിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് കൈകൊണ്ട് നല്ല രീതിയിൽ ഇങ്ങനെ അങ്ങ് പരത്തി കൊടുക്കുക. ചപ്പാത്തിക്കോല് വെച്ചൊന്നും പരത്തി കൊടുക്കേണ്ട ആവശ്യമില്ല. കൈ വെച്ച് ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ തന്നെ നല്ലതായിട്ട് ഇത് പരത്തിയെടുക്കാൻ പറ്റും കേട്ടോ. ഇത്തിരി കനം കുറച്ചത് പരത്തിയെടുക്കില്ല, കുറച്ച് കനം കൂട്ടിയാണ് നമ്മളിത് പരത്തിയെടുക്കുന്നത്. നിങ്ങൾക്ക് സൈഡ് ഭാഗം കാണുമ്പോൾ അറിയാമല്ലോ, ഇത്രയും കനത്തിലാണ് പരത്തിയെടുക്കുന്നത്. എന്നിട്ട് 4 സൈഡ് ഭാഗം ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിതിനെ കട്ട് ചെയ്തെടുക്കാം. ഞാൻ ഈ കാണിക്കുന്ന രീതിയിൽ കട്ട് ചെയ്തെടുക്കുക. എല്ലാം കൂടെ 19 പീസാണ് കിട്ടുന്നത്. ഒരു പീസ് എടുത്ത് ഞാൻ കാണിച്ചു തരാം. കണ്ടില്ലേ, ഇത്രയും വീതിയിലാണ് നമ്മളിതിനെ കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്കിതിന് വെട്ടിട്ട് കൊടുക്കണം. വെട്ടിട്ട് കൊടുക്കുന്നതുകൊണ്ടാണല്ലോ വെട്ടുകയ്ക്കെന്ന പേര് വന്നത്. ഞാൻ ആദ്യം ഒന്ന് കുരിശ് പോലാണ് വെട്ടിട്ട് കൊടുക്കുന്നത്. അടുക്ക് ഭാഗത്തായിട്ടാണ് നമ്മൾ വെട്ടിട്ട് കൊടുക്കുന്നത്. 2 അറ്റഭാഗം മുറിച്ചെടുക്കരുത് കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഇത് മുറിഞ്ഞു പോരുമേ. അപ്പോൾ ഞാൻ ഈ കാണിക്കുന്ന രീതി വേണം നിങ്ങൾ വെട്ടിട്ട് കൊടുക്കാനായിട്ട്. ഒന്ന് ഞാനൊരു ക്രോസായിട്ടും വെട്ടിട്ട് കാണിച്ചു തരാം. കണ്ടില്ലേ, 2 എൻഡ് ഭാഗം കട്ടായി പോവാതെ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് വെട്ടിട്ട് എടുക്കാവുന്നതാണ് കേട്ടോ. ഇത് ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്തും കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. എണ്ണ ഒത്തിരി ചൂടായി പോകരുത്. ചൂടായി പോകുന്ന മുമ്പ് നമ്മൾ വെട്ടുകയ്ക്ക് ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കണം. ഇട്ട് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ തീ കുറച്ച് വെച്ച് വേണം ഇതിനെ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. കാരണം നമ്മൾ തിക്കായിട്ടാണ് ഇത് മുറിച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉൾഭാഗം വേകാനായിട്ട് താമസം എടുക്കും. പക്ഷേ ഇതിൻ്റെ പുറഭാഗം ചൂട് കൂടുതലാണെങ്കിൽ പെട്ടെന്ന് അങ്ങ് കളർ മാറി വരും. പക്ഷേ അകഭാഗം ഒട്ടും വേഗത്തുമില്ല, ക്രിസ്പി ആയിട്ട് കിട്ടത്തുമില്ല. അതുകൊണ്ട് തീ കുറച്ചിട്ട് തന്നെ നിങ്ങളിതിനെ ഫ്രൈ ചെയ്തെടുക്കുക. ഒരു 10-15 മിനിറ്റ് എടുക്കും ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഇതിൻ്റെ അകത്ത് അതുപോലെ കുത്തി കൊളിച്ചിടരുത്. എണ്ണയിൽ ഇത് മുങ്ങിക്കിടക്കണം. ഞാൻ ആദ്യം ഇട്ട് കൊടുത്തത് 5 പീസായിരുന്നു. അത് കുറച്ച് കൂടുതലായിരുന്നു. എണ്ണയും മൊത്തം മുങ്ങിക്കിടക്കുന്നില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ ഒരു പീസ് അങ്ങ് എടുത്ത് മാറ്റി 4 പീസ് ഇട്ട് കൊടുത്തപ്പോൾ മൊത്തത്തിൽ എണ്ണ നല്ല രീതിയിൽ അത് മുങ്ങിക്കിടക്കുന്നുണ്ട്. ഇതിനെ തിരിച്ചും മറിച്ചു പോയിട്ട് ഇതിനെ ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ഞാൻ പറഞ്ഞ പോലെ സമയം എടുത്ത് തന്നെ ഇതിനെ ഫ്രൈ ചെയ്തെടുക്കുക. ഒത്തിരി അങ്ങ് കരിഞ്ഞു പോകരുത് കേട്ടോ. കരിഞ്ഞു പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റേ മാറിപ്പോകും. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്കിതിനെ കോരി മാറ്റാവുന്നതാണ്. കോരി മാറ്റുന്ന സമയത്ത് കുറച്ച് സോഫ്റ്റായിട്ട് തോന്നിക്കും. പക്ഷേ ഇത് തണുത്ത് വരുന്ന സമയമാണ് നല്ല ക്രിസ്പി ആയിട്ട് നല്ല ഹാർഡായിട്ടും വരത്തുള്ളൂ കേട്ടോ.
കളറൊക്കെ മാറി കറക്റ്റ് കളറായി വന്നിട്ടുണ്ട്. ഇത് ഞാൻ കോരി മാറ്റുകയാണ് കേട്ടോ. കണ്ടില്ലേ, നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടില്ലേ. അടുത്ത ബാച്ചിട്ട് കൊടുക്കുമ്പോൾ തീ ഫുൾ കുറച്ച് വെച്ച് എണ്ണയുടെ ചൂട് കുറച്ചിട്ട് മാത്രമേ എണ്ണയിലോട്ട് ഈ വെട്ടുകേക്കിൻ്റെ ഇത് ഇട്ട് കൊടുക്കാവേ. അതല്ലെങ്കിൽ ഇട്ട് കൊടുക്കുമ്പോൾ പെട്ടെന്ന് അത് കളർ മാറി കരിഞ്ഞു പോകും, ഉൾഭാഗം വേഗത്തില്ല. അങ്ങനെ എല്ലാം നമുക്ക് ഫ്രൈ ചെയ്തെടുത്തുകൊണ്ട് വരാം. ഇവിടെ ഞാൻ വെട്ടുകേക്കെല്ലാം ഫ്രൈ ചെയ്തെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ നല്ല രസമില്ലേ, നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് ഞാൻ കുരിശ് പോലെ വെട്ടിട്ട് കൊടുത്തതാണ് കേട്ടോ. എൻ്റെ സൈഡ് ഭാഗം കണ്ടില്ലേ, ഒത്തിരി ഷേപ്പ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല, എന്നാൽ മാത്രമേ നമുക്ക് വെട്ടുകേക്കിൻ്റെയൊക്കെ ആ ഒരു സൈഡ് ഭാഗം ഇരിക്കുന്ന രീതി കിട്ടത്തുള്ളൂ. ഇത് ക്രോസായിട്ട് മുറിച്ചെടുത്തതാണ്. ഇതിൻ്റെ നടുക്കൂടെയും വേണം നിങ്ങൾക്ക് വെട്ടിട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നല്ലൊരു ഫ്ലവറിൻ്റെ ഷേപ്പിൽ കിട്ടും കേട്ടോ. നല്ല കാണുന്ന ഭംഗി പോലെ തന്നെ കഴിക്കാനും അടിപൊളി ടേസ്റ്റാണ്. കറക്റ്റ് മധുരമാണ് കേട്ടോ, ഒത്തിരി മധുരം കുറവുമല്ല, എന്നാൽ ഒത്തിരി മധുരവും ഇല്ല, കറക്റ്റ് മധുരമാണ്. എൻ്റെ അകഭാഗം എന്ന് പറഞ്ഞാൽ ക്രിസ്പിയാണ്, എന്നാൽ ഒത്തിരി അങ്ങ് ഹാർഡും അല്ല, നല്ല ടേസ്റ്റാണ്. പിന്നെ നല്ലതായിട്ട് തണുത്ത് കഴിഞ്ഞിട്ട് മാത്രമേ ഡപ്പയിലിട്ട് വെക്കാവൂ. നല്ലതായിട്ട് തണുത്ത് വരുമ്പോഴാണ് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുക. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്ന് തയ്യാറാക്കി നോക്കുക, നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും. നമ്മൾ ചായക്കടയിൽ നിന്നൊക്കെ മേടിച്ച് കഴിക്കത്തില്ലേ, അതേ ടേസ്റ്റ് തന്നെയാണ്. മുട്ടയൊന്നും ചേർക്കാതെ അടിപൊളി എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയില്ലേ. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക.